പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോഷോപ്പിൻ്റെ ബിഗിനർ ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഒരു ബിഗിനേഴ്സ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ടൂളുകളെ പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകം നല്ല രീതിയിൽ ഒരു ട്യൂട്ടോറിയൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അതായത് നമ്മൾ ലോഗോസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇത് ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് നേരെ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് കിടക്കാം. മുമ്പ് നമ്മൾ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ഇതേപോലെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. അപ്പം അത് ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ആദ്യ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെർഷൻ ഇതിലിപ്പോൾ ഒരു പ്രശ്നമല്ല. ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഇല്ലുസ്ട്രേറ്റർ, അഡോബ് ഇല്ലുസ്ട്രേറ്റർ വെർഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബേസിക്സ് നോക്കാം. നിങ്ങൾ ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോവുക, വർക്ക് സ്പേസ്, എസെൻഷ്യൽസ്, പിന്നെ വിൻഡോസ്, വർക്ക് സ്പേസ്, റീസെറ്റ് എസെൻഷ്യൽസ്. ആ സമയത്ത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ടൂൾസ് പാനൽ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാനൊരു ഓപ്ഷൻ പറയുകയാണ്, അതിൻ്റെ ചുറ്റും വേറെ പല ഓപ്ഷൻസ് കാണും. അപ്പോൾ നിങ്ങൾ അതിൽ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഫോട്ടോഷോപ്പിലുള്ളതുപോലെ തന്നെയാണ്. നമുക്ക് ഫോട്ടോഷോപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അത് അഡോബിയുടെ ഉള്ള ടൂൾസും അല്ലെങ്കിൽ മറ്റുള്ള സോഫ്റ്റ്വെയർസും പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഏകദേശം സിമിലർ ആയിരിക്കും ഇതെല്ലാം. നമ്മളെല്ലാത്തിലും പോകുന്ന പോലെ തന്നെ ഫയൽ ന്യൂ എന്ന് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ഒരു വിൻഡോ ഇവിടെ കിട്ടും. ഇതിൽ ജസ്റ്റ് ഓൾറെഡി ഒരു സൈസ് കിടപ്പുണ്ട്. അതിൽ തന്നെ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ്. നമ്മൾ കളർ മോഡ്, സൈസ്, അതിനെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോട്ടോഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ടൂൾസായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റെക്റ്റാങ്കിൾ ടൂൾ നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്നതാണ് റെക്റ്റാങ്കിൾ ടൂൾ. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ക്യാൻവാസിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് റിലീസ് ചെയ്താൽ അവിടെ നമുക്ക് റെക്റ്റാങ്കിൾ കാണാം. ഫോട്ടോഷോപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്താൽ നമുക്ക് അവിടെ ഒരു സ്ക്വയർ കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ ടൂൾസും. എലിപ്സ്, റൗണ്ടഡ് റെക്റ്റാങ്കിൾ, എല്ലാം. റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ കോർണേഴ്സ് റൗണ്ടഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ, സർക്കിൾ ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റ് സർക്കിൾ കിട്ടും. അല്ലാതെ വരച്ചാൽ ഒരു ഓവലായിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിളും അതുപോലെ തന്നെയാണ്. നമുക്ക് അതിൻ്റെ കോർണേഴ്സ് റൗണ്ടഡ് ആയിട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കളർ നമ്മൾ ചൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന കളറും ഇവിടെ താഴെ കാണുന്നത് അതിൻ്റെ ബോർഡർ അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയും, അതിൻ്റെ കളറാണ്, ബോർഡറിൻ്റെ കളറാണ്. നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാനായി ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തത്. സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് സെലക്ഷൻ ടൂൾ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലും ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആവും. ഫോട്ടോഷോപ്പിലെല്ലാം ലെയേഴ്സ് വെച്ചാണ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ലെയേഴ്സ് ഉണ്ട് എങ്കിലും അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം ഇതിൽ വരയ്ക്കുന്ന ഓരോ ഒബ്ജക്റ്റും നമുക്ക് ഓരോന്നായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഒരു ലെയറിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് വരച്ച് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും ഒരു ലെയറിലാണെങ്കിൽ. ഇതിലങ്ങനെയല്ല, എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലെയേഴ്സ് നമ്മൾ അധികം ഇതിൽ യൂസ് ചെയ്യില്ല. രണ്ടാമത് കാണുന്ന ഒരു ടൂളാണ് മാജിക് വൺ ടൂൾ. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ടിരുന്നു. ഒരേ കളറുള്ള ഏരിയ സെലക്ട് ചെയ്യാനായിരുന്നു. ഇതിൽ പക്ഷേ ഇമേജസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എക്സാക്റ്റ് ഏത് കളറാണെന്നുള്ളതായിരിക്കും സെലക്ട് ആവുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യാണ് ഈ ടൂൾ വെച്ച്. അപ്പോൾ നമുക്കിവിടെ സെലക്ഷൻ കാണാൻ പറ്റും. ബ്ലാക്ക് ആയിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ആയിട്ടുണ്ട്. ആ റെഡ് കളർ സെലക്ട് ആയിട്ടില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ടൂള് ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ പോയിൻറ്റ്സ് കാണാം, കുറേ പോയിൻറ്റുകൾ കാണാം. ആ പോയിൻറ്റുകൾ മാത്രം നമുക്ക് ഒരു തവണ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു പോയിൻറ്റ് മാത്രം സെലക്ട് ആവും.
അതിനുശേഷം അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് പെൻ ടൂളാണ്. പെൻ ടൂള് നമുക്ക് ഫോട്ടോഷോപ്പിലെ സെലക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഷേപ്സ് വരച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരിടത്ത് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു, അടുത്തത് ഞാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് വിടാതെ തന്നെ ഞാൻ അത് മൂവ് ചെയ്യുമ്പോൾ ബാക്കി ആ വന്ന ലൈനും മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കണക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് വരയ്ക്കാൻ പറ്റും. ഞാൻ ക്ലിക്ക് വീണ്ടും വിടുന്നു, അപ്പോൾ നമുക്കിവിടെ ആ ഒരു ലൈനായിട്ട് കാണാം. ഇനി ഞാൻ ഫസ്റ്റ് പോയിന്റിൽ വീണ്ടും കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഷേപ്പായിട്ട് മാറും. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ക്രോസ് മാർക്ക് കിടക്കുന്നുണ്ട്. ഇതിൽ കളറൊന്നും ഫില്ല് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അതിൽ കളറും വന്നു. ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ടൈപ്പ് ടൂൾ കാണാൻ പറ്റും. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ടതുപോലെ തന്നെയാണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോണ്ടുകൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞ് കാണാം. അത് ഒന്നുമല്ല, ജസ്റ്റ് ലൈൻസ് വരയ്ക്കാനായിട്ടുള്ളതാണ്. ഈ ലൈൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് ഇഷ്ടമുള്ളിടത്തോട്ട് പോകും. നമ്മൾ ഈ ഒരു ചരിഞ്ഞൊക്കെ വരും. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ആക്സിസിൽ തന്നെ നമുക്ക് വരച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നിട്ട് റിലീസ് ചെയ്താൽ മതി. ഇപ്പോൾ ലൈനിന് എത്രത്തോളം തിക്നെസ് വേണം എന്നുള്ളത് മുകളിലായിട്ട് സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എത്ര വേണമെന്ന് വെച്ചാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതൊരു ബ്രഷ് ടൂൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് സാധാരണ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെയാണ്. ഒരു കളറ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്ത് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എങ്ങനെ വരച്ചാലും ആ എഡ്ജസ് ഒന്ന് കുറച്ച് സ്മൂത്തായിട്ട് വരും. ഇനി നമുക്കിതിൽ പ്രധാനമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറൈസറുണ്ട്. ഇറൈസർ ജസ്റ്റ് നമുക്ക് മറ്റേ ഫോട്ടോഷോപ്പിൽ കണ്ടതുപോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഇറൈസ് ചെയ്യുന്ന ഇത്തിരി റഫാണെങ്കിലും നമുക്ക് ആ എഡ്ജസ് ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഏറ്റവും താഴെ വരുമ്പോൾ 2 ടൂൾ കാണാൻ പറ്റും. സൂം ടൂളും ഹാൻഡ് ടൂളും കാണാൻ പറ്റും. സൂം ടൂൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് സൂം ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും. ഹാൻഡ് ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതാണ് ഹാൻഡ് ടൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ലോഗോ ഡിസൈനിങ്ങിനും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. നമ്മൾ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഒരു ഫീല് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് അത്ര മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ബേസിക് മാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് 1-2 ടൂൾസ് ഉണ്ട്. അതായിരിക്കും നമ്മൾ ലോഗോ ഡിസൈനിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബിഗിനറിൽ നിന്നും ഒരു പ്രോ ലെവൽ ഗ്രാഫിക് ഡിസൈനറാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നല്ല നല്ല വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഇൻസ്പയർഡ്.